السلام عليكم ورحمة الله وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. 2 മാസം മുൻപ് ശിരൂരിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ നാം ഞെട്ടലോടെയാണ് കണ്ടത്. ഒറ്റ ഒരു സംഭവം കൊണ്ട് ഒരു നാട് തന്നെ ഒലിച്ചുപോയി. തലേ ദിവസം കണ്ട നാടല്ല പിറ്റേന്ന് അവിടുത്തെ ജനങ്ങൾ കണ്ടത്. ഈ അപകടത്തിൽ ഒരുപാട് പേർ മരണപ്പെട്ടു നമുക്കറിയാം. ആ കൂട്ടത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം അർജുൻ എന്ന ചെറുപ്പക്കാരനെ കാണാതായതും ഇന്ന് ആ സഹോദരൻ്റെ മൃതശരീരം കണ്ടുകിട്ടിയതും. 2 മാസമായി ഒരു വലിയ ജനവിഭാഗം തന്നെ അർജുന് എന്തു പറ്റി എന്നറിയാതെ വിഷമത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. തൻ്റെ ജോലി ആവശ്യത്തിനായി ലോറിയിൽ സഞ്ചരിച്ച അർജുൻ അപകടം ഉണ്ടായ സ്ഥലത്ത് എത്തിയപ്പോൾ അല്പം വിശ്രമിക്കാൻ വേണ്ടി അവിടെ ലോറി നിർത്തി ഉറങ്ങിയതാണ്. ആ സമയത്താണ് അപകടമുണ്ടായത്. ഒരുപക്ഷെ അർജുൻ അവിടെ നിർത്തിയില്ലായിരുന്നെങ്കിൽ ആ അപകടത്തിൽ അർജുൻ പെടില്ലായിരുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, എല്ലാ ശരീരവും മരണം രുചിക്കും. ഒരാളെയും അയാളുടെ സമയമെത്തിയാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും പിന്തിപ്പിക്കുകയില്ല. ലോകത്തിൻ്റെ ഏത് കോണിലായാലും അത് സംഭവിച്ചിരിക്കും. എത്ര വ്യായാമം ചെയ്യുന്നവനും മരിക്കും, എത്ര ചെറുപ്പക്കാരനും മരിക്കും. അള്ളാഹു കാക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈയൊരു മരണം നമ്മെ സൂചിപ്പിക്കുന്നത് നാം എവിടെയായാലും മരണം നമ്മുടെ പുറകെയുണ്ടെന്നാണ്. അതായത് നമ്മുടെ സമയമെത്തിയാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സമയം നീട്ടിത്തരികയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അപകട മരണത്തിൽ നിന്നും നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.